ഹലോ എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സുകാരും രക്ഷപ്പെട്ടു, കെമിസ്ട്രിക്കാരും രക്ഷപ്പെട്ടു. കാരണം ഫിസിക്സിൻ്റെ 50 മാർക്കിലെ ചോദ്യങ്ങളിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരു 50-ൽ 40 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതും 10 ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് കണക്കൊക്കെ ചെയ്തെടുക്കേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അതും ചെയ്ത് കിട്ടുന്ന ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു 50-ൽ 10-45 മാർക്കോളം വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ പറയുന്ന ഫിസിക്സ് ഭാഗം, 50 മാർക്കിൻ്റെ ഭാഗം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കെമിസ്ട്രി ടീച്ചറിനോട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞത് കെമിസ്ട്രിയുടെ ഭാഗവും ഒരുപാട് ഡീപ്പായിട്ട് ചോദിക്കാതെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഭാഗങ്ങളായിരുന്നു എന്നാണ് കെമിസ്ട്രി ടീച്ചർ പറഞ്ഞത്. പിന്നെ ഫിസിക്സുകാരെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രിയിലെ ഒരു 7-8 ചോദ്യങ്ങളോളം എഴുതാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എൻട്രോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചോദ്യങ്ങൾ, നാനോ മെറ്റീരിയൽസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ. പിന്നെ ഈ പറയുന്ന കെമിസ്ട്രിക്കാർക്കും ഒരു 4-5 ചോദ്യങ്ങൾ ഫിസിക്സിൻ്റെ ഭാഗത്ത് നിന്നും എഴുതാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങൾ അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു, സ്പെക്ട്രോസ്കോപ്പിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സുകാരും MSc ഫിസിക്സ് പഠിച്ച ആളുകളും MSc കെമിസ്ട്രി പഠിച്ച ആളുകളും തുല്യമായിട്ട് ഗോളടിക്കുന്ന സിറ്റുവേഷനാണ് സാധാരണ ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറയായിരുന്നു, ഫിസിക്സ് പാടായിട്ട് വരികയും കെമിസ്ട്രി ഈസി ആയിട്ട് വരികയാണെങ്കിൽ കെമിസ്ട്രിക്കാർ കയറുമെന്നും, കെമിസ്ട്രി പാടായിട്ട് വരികയും ഫിസിക്സ് ഈസി ആയിട്ട് വരികയാണെങ്കിൽ ഫിസിക്സുകാർ കയറുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിപ്പോൾ രണ്ട് കൂട്ടർക്കും ഒരുപോലെയാണ്, തുല്യ ഗോളുകളായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം, അതായത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കട്ട് ഓഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 38 മാർക്ക് മുതൽ മുകളിലോട്ട് കട്ട് ഓഫ് വരാം. 38 മുതൽ 50 മാർക്കിനുള്ളിൽ കട്ട് ഓഫ് എന്തായാലും 50 മാർക്കിന് മുകളിൽ ഒരിക്കലും പോവില്ല, അല്ലെങ്കിൽ ഒരു 45 മാർക്കിന് മുകളിലൊന്നും കട്ട് ഓഫ് പോവില്ല. കട്ട് ഓഫ് ഒരു 37, 38, 39 ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവർക്കൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ, കാരണം അത്യാവശ്യം ഒഴിവുകൾ ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇനി പരീക്ഷ നല്ലതായിട്ട് എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവസാന നിമിഷം പഠിച്ചതുകൊണ്ട് മുഴുവനൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല, കുറച്ച് മാത്രമേ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ആ കുറച്ച് എഴുതാൻ പറ്റിയത് നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്കുള്ള ചാൻസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്കിനി മുന്നിൽ നമ്മളുള്ള ഒരു ചാൻസ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചറാണ്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനൊന്നും സമയം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മുന്നിലൊരു 5 മാസത്തോളം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിന് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഓരോ യൂണിറ്റ് വൈസും 10-200 ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ യൂണിറ്റ് വൈസും ഓരോ ടോപ്പിക് വൈസും നമ്മൾ ഒരുപാടായി മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്തിരുന്നു. അതൊരുപാട് ആൾക്ക് പ്രയോജനമായി നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ ഇപ്പോൾ ടെസ്റ്റ് നമ്മൾ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച ആദ്യത്തെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കൂ, സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കൂ. സയൻറ്റിഫിക് ഓഫീസറുമായിട്ട് നോക്കുമ്പോൾ ഇത് എൻ്റയർലി ഡിഫറെൻറ്റ് സിലബസ് ആണ്. കാരണം ഡിഗ്രി ലെവലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ IT അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ട് നമുക്കൊരു സ്ട്രോങ് ബേസ് ആയി നിർത്തുകൊണ്ട് അടുത്ത കോഴ്സ് പഠിക്കാം. പക്ഷേ അത് മാത്രം വെച്ചുകൊണ്ടിരുന്ന ഒരിക്കലും ലിസ്റ്റിൽ കയറാനുള്ളത്. കാരണം നമ്മൾ ഒരു PSC വരുമ്പോൾ അതിനെ കറക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ അതും ഇതൊന്നും വെറുതെ അവിടെ കിട്ടുന്നു ഇവിടെ കിട്ടുന്നു പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുണ്ടോ, ലീവ് ഓർ ഡൈ ആണ്. ഒന്നെങ്കിൽ നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കാതിരിക്കണം. അവിടെ ഇവിടെ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടൊന്നും ഒരു കാര്യം ലിസ്റ്റിൽ വരില്ല. ആ സമയം നിങ്ങൾക്ക് വേസ്റ്റാണ്. പഠിക്കുകയാണെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ കോഴ്സ് ചെയ്യുന്നുണ്ട്. HSA ഫിസിക്കൽ സയൻസ് BEd ഉള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ അടുത്ത ചാൻസ് അതായിരിക്കും വരുന്നുണ്ടാവുക. അത് നമ്മൾ ചെയ്യുന്നുണ്ട് കോഴ്സ്. ഓൾറെഡി ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ കോഴ്സ് നമ്മൾ തുടങ്ങി, ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ IPLC പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സോ കെമിസ്ട്രിയോ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ, IPLCൽ കോഴ്സ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പൈസ കുറച്ച് അഡ്മിഷൻ തരാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് IPLCൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിലൊന്ന് IPLC നമ്പർ കൈ കാണുമല്ലോ, ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചോളൂ, അവർ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം പഠിച്ചു തുടങ്ങണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടായിട്ട് പരിശ്രമിച്ച പോലെ അടുത്ത കൂട്ടായിട്ടുള്ള പരിശ്രമം ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിന് വേണ്ടിയിട്ട് ആദ്യത്തെ 5 റാങ്കിൽ നമ്മൾ വരണം എന്ന രീതിയിലുള്ള പഠനം നമ്മൾ തുടങ്ങണം. ഓക്കെ, പിന്നെ HSA ഫിസിക്കൽ സയൻസ് പഠിക്കേണ്ടവർ അതും പഠിച്ചു തുടങ്ങുക നന്നായിട്ട്. അതിൻ്റെയും കോഴ്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ വരുന്നത്, ഇൻ്റർവ്യൂ ട്രെയിനിങ് ഒക്കെ നമ്മൾ തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗ് പീരീഡിൽ ഫിംഗർ പ്രിന്റ് സെർച്ചിനുള്ള പഠിത്തമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ലിസ്റ്റ് വരിക, സന്തോഷമായിട്ട് ജീവിക്കുക. ഓക്കെ, താങ്ക് യു.